പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്നത് ഒരു ദൂതനാണ്. നോമ്പിലൂടെ റയ്യാൻ എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ കവാടത്തിലേക്കും അതിലൂടെ അള്ളാഹുവിനെ കാണുക എന്ന മഹാസൗഭാഗ്യമായ ലിഖായിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്ന ദൂതനാണ് പരിശുദ്ധമായ റമളാൻ മാസം. ഈ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കാനുള്ള കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. അതിന് പറ്റിയ ഒരു സുവർണാവസരമാണ് പരിശുദ്ധമായ റമളാൻ. അള്ളാഹുവിലേക്ക് നാം അടുക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മളിലേക്ക് ഏറ്റവും നന്നായി അടുത്തവനാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നമ്മുടെ കർണഞരമ്പുകളേക്കാൾ ഓരോ ശരീരത്തോടും അല്ലാഹു തആല അടുത്ത് നിൽക്കുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തെക്കുറിച്ച് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പ്രതിപാദിച്ച ശേഷം അതിനെ തൊട്ടുടനെ പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. സൂറത്തുൽ ബഖറയുടെ 186-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്, നബിയെ, താങ്കളോട് റബ്ബിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം, ഫഇന്നി ഖരീബ്. അല്ലാഹു ആ അടിമകളോട് വല്ലാതെ അടുത്തവനാണ്, നന്നായി അടുത്തവനാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. ദുആ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ പാകത്തിന് അവനോട് വല്ലാതെ അടുത്തവനാണ് അല്ലാഹു തആല. അവൻ്റെ റബ്ബെന്ന നബിയെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യാം. ചോദിക്കുക എന്ന് പറഞ്ഞ അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. അവിടെ ഉത്തരം ചെയ്യാമെന്ന് അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹുവിൻ്റെ വാഗ്ദാനവുമാണ്. അല്ലാഹു വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. അല്ലാഹുവിനോട് നാം ചോദിക്കണം. ഇത്തരണത്തിൽ അല്ലാഹു തആല ഓരോരുത്തരോടും അടുത്ത് നിൽക്കുമ്പോൾ നാം അല്ലാഹുവിനോട് എത്രത്തോളം അടുത്തിട്ടുണ്ട്, അതല്ല അകലെയാണോ എന്നാണ് നാം ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ റമളാൻ മാസം നമ്മൾക്ക് സൗഭാഗ്യമായി നമ്മളിലേക്ക് കടന്നു വന്നു. അൽഹംദുലില്ലാ. അതിനെ എത്ര അല്ലാഹുവിനെ സ്തുതിച്ചാലും മതി വരികയില്ല. അൽഹംദുലില്ലാ അൽഫമറ. ഈ പരിശുദ്ധമായ റമളാൻ വന്നിട്ട് നമസ്കാരത്തിൽ നിന്ന് നാം അകലെയാണോ? അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് നാം അകലെയാണോ? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ നിന്ന്, ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നാം അകലെയാണോ എന്ന് നാം ചിന്തിക്കണം. അള്ളാഹുവിനോട് നാം അടുക്കേണ്ടതായ മുഴുവൻ കാര്യങ്ങളിലും നാം സജീവമാകണം. പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കേണ്ടതായ കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. അതിൽ നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നോമ്പും നിസ്കാരവും ഇഅ്തികാഫും സദഖയും ഖുർആൻ പാരായണവും ദിക്റും സലാത്തുമായി കൊണ്ട് ഈ പരിശുദ്ധമായ റമളാനിനെ നാം സജീവമാക്കുക. പ്രിയമുള്ളവരെ, നോമ്പും നിസ്കാരവും നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിലുപരി ആ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പുറമെ സുന്നത്തായ കാര്യങ്ങൾ നാം സജീവമാകണം. സുന്നത്തായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യണം. എങ്കിലേ സ്വർഗീയ പദവികൾ നമുക്ക് ഉയർന്നു ലഭിക്കുകയുള്ളൂ. ഖുർആൻ പാരായണം വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. ഈ റമളാൻ മാസത്തിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമളാനിൽ ഖുർആനുമായി നാം ഒരു അഭേദ്യമായ ബന്ധമുണ്ടാക്കിയെടുക്കണം. മഹാന്മാരൊക്കെ എത്രത്തോളം ഖത്മുകളാണ് ഈ പരിശുദ്ധമായ റമളാനിൽ തീർത്തിട്ടുള്ളത്. അവരെ പോലെ നമുക്ക് ഖത്മുൽ ഖുർആനൊന്നും ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഖത്മെങ്കിലും ഈ പരിശുദ്ധമായ റമളാൻ വിട പറയുന്നതിന് മുമ്പ് നാം ഓതി തീർക്കേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റമളാനിൻ്റെ ഒരു ദിവസം കൊണ്ട് ഒരു ഖത്ം തീർത്തിരുന്നു. ബുഖാരി ഇമാം തീർത്തിരുന്നു. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം 60 ഖത്ം റമളാനിൻ്റെ ഒരു ദിനരാത്രം കൊണ്ട് തീർത്തുവെന്നൊക്കെ ചരിത്രം പറയുമ്പോൾ അത്രത്തോളം നമുക്ക് സാധ്യമായില്ലെങ്കിലും പരിശുദ്ധമായ റമളാൻ തീരുന്നതിന് മുമ്പ് ഒരു ഖത്മുൽ ഖുർആൻ നമ്മൾ ഓതി തീർക്കണം. ഖുർആൻ എന്ന് പറയുന്നത് 30 ജുസ് ആണല്ലോ. ഒരു ദിവസം ഒരു ജുസ് വെച്ച് ഓതിയാൽ
ഇൻഷാ അല്ലാഹ് നമുക്ക് റമളാൻ തീരുമ്പോഴത്തേക്ക് ഒരു ഖത്മ് തീർക്കാൻ കഴിയും. അതിലെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. ഒരു ഫർളിന് 70 ഫർളിൻ്റെ കൂലി ലഭിക്കുന്ന, ഒരു സുന്നത്തിന് ഫർളിൻ്റെ കൂലി ലഭിക്കുന്ന ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരക്ഷരം ഓതുമ്പോൾ 10 ഹസനത്ത് അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്നാണ്. അലിഫ് ലാം മീം എന്ന് ഓതുന്ന ഒരാൾക്ക് 30 നന്മകൾ രേഖപ്പെടുത്തുമെന്നാണ്. അങ്ങനെ സമാനതകളില്ലാത്ത പ്രതിഫലം പരിശുദ്ധ ഖുർആൻ ഓതുന്നതിലൂടെ, ഈ പരിശുദ്ധമായ റമളാനിൽ ഖുർആൻ ഓതുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ അതിന് മടിച്ചു നിൽക്കേണ്ടത്? പരിശുദ്ധമായ റമളാനിൽ ഖുർആൻ നമ്മൾ ഓതാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ഓതുന്നതിൻ്റെ മഹത്വങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ അവർക്ക് ഖുർആൻ ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആളുകളുണ്ട്, അള്ളാഹുവിന് അഹലുണ്ട്, അള്ളാഹുവിന് കുടുംബമുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയെ? അള്ളാഹുവിൻ്റെ റസൂൽ അതിന് മറുപടി പറഞ്ഞത്, അല്ലദീന യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സ്പെഷ്യൽ ആളുകളാണ് ഖുർആനുമായി ബന്ധപ്പെടുന്ന, ഖുർആൻ ഓതുന്ന, ഖുർആൻ ഹിഫ്ലാക്കുന്ന, ഖുർആനിൻ്റെ നിയമങ്ങൾ പഠിക്കുന്ന, ഖുർആനിൻ്റെ ഇൽമുകൾക്കനുസരിച്ച് അമല് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.